വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരായിരുന്നു എല്ലാവർക്കും. ഇതിപ്പോ നാളെ നിങ്ങളെ കുറിച്ച് വരാം, ആരെ കുറിച്ച് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ ഫേക്ക് ആയിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷന് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെനിക്ക് അതന്നെ പറഞ്ഞു. അതെനിക്ക് ഇപ്പൊ ഇവിടെ വെച്ച് സംസാരിക്കാൻ പോകുമ്പോൾ എനിക്ക് അറിഞ്ഞില്ല. ഞാൻ അഡ്വക്കേറ്റ് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല. അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമേ. അപ്പൊ ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു അലിഗേഷൻ ഇത് എന്താ ഇങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ സിഎനോട് പറഞ്ഞത് ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല, ഇത് ഇങ്ങനെ വരുന്നതാണ്. നമ്മുടെ അന്വേഷണത്തിൽ ഇതിനൊരു വാസ്തവമില്ലാതെ നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അല്ല, അതിപ്പോ നമ്മള് ഫേസ് ചെയ്യാൻ ഫേസ് ചെയ്യാൻ ഇതൊന്നുമില്ല. പക്ഷെ നമ്മള് ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ, അവർക്കാണ് എഫക്ട് ചെയ്യാറ്. പക്ഷെ എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ട്. അവർക്ക് എന്നെ അറിയാം. ഞാനിന്ന് അതിന് ഇതറിഞ്ഞപ്പോ വീട്ടിൽ അമ്മേനെയാണ് വിളിച്ചത്. മമ്മി ഇങ്ങനൊരു വാർത്തകൾ വരുന്നുണ്ട്, മമ്മിയോട് നീ ധൈര്യമായിട്ട് ഇരിക്കും, എനിക്ക് ടെൻഷനൊന്നും ഇല്ലാന്നാണ് മമ്മി പറഞ്ഞത്. അപ്പൊ അത് മതി. അപ്പോ ഉണ്ട്. അതേ പറഞ്ഞു, ഇതിന്റെ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ പോകും. ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാനിത് അങ്ങനെ ചെയ്തിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫെയിം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത് സിനിമയിലുള്ള ആർക്കും വേണമെങ്കിലും വരാം, സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം, മീഡിയക്കാർക്കെതിരെ വരാം, രാഷ്ട്രീയക്കാർക്കെതിരെ വരാം. പക്ഷെ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. ഇല്ല, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല, ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതേ പറഞ്ഞു, ഞാൻ ഇത് അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യോ അങ്ങനെ എനിക്ക് ഇതിനകത്ത് പേര് പറഞ്ഞിട്ടുണ്ടോ ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല. ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ്. അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞില്ല. ഒരുപാട് പേരുടെ പേരുകൾ അതിനകത്ത് ഉണ്ടെന്നുണ്ട്. അത് അവരാണ് അതിന്റെ മറുപടി പറയേണ്ടത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചു ഇത് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ അതിന് പിന്നാലെ പോകേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ വർക്കായിട്ട് മുമ്പോട്ട് പോകും. ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവും. പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും. അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതാണ്. ഞാൻ അതിന്റെ പിന്നാലെ പോയില്ല. എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണ്. അപ്പൊ ഞാൻ ഇതിനെ പിന്നാലെ പോകണം. ഇവരിപ്പം നിയമപരമായി കേസുകൾ കൊടുത്തത്, നേരിട്ട് കേസ് കൊടുത്തു, അങ്ങനെ പോലീസിൽ കേസ് കൊടുത്താൽ DGP പരാതി അങ്ങനെയൊക്കെ. അതെ, ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും. അതിന്റെ പ്രൊസീജിയർ ഇപ്പൊ അവിടെ വന്നേ ഉള്ളൂ. അപ്പൊ അത് എഴുതി പ്രിപ്പയർ ചെയ്യണം. അത് ഞാനൊരു പ്രോസിക്യൂട്ട്, എനിക്ക് ഇതിനെ കുറിച്ച് സത്യമായിട്ട് ഇതില്ല. എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ. ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ പറഞ്ഞതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഇതൊരു ഫോൾസ് എലിഗേഷൻ ആണ്. ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു കരുതിക്കൂട്ടിയ ഒരു ശ്രമമാണ്. അതിന്റെ പിന്നിൽ ഒരു ഉപകാരങ്ങളുണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കെതിരെ, സിനിമാക്കാർക്കെതിരെ എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റുന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്. മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്ര മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നല്ല. ഇവിടെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. ഇതേപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും വൈറ്റലാണ്. ആർക്കെതിരാണെങ്കിലും നല്ല വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കണം. അതിന്
ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവുന്ന എനിക്ക് അറിയില്ല. പക്ഷെ ആരും ഇതിനെ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും. ഞാനിത് എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് അറിയില്ല. അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ആ വഴിക്ക് നടക്കട്ടെ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാനിത് പോകുന്നില്ല. ഇനിയും മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പ് ഞാൻ വരും. ഞാനെങ്കിൽ ഉണ്ടാവും. പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നവരാണോ? അപ്പൊ നിങ്ങളും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷണം ചെയ്യുന്ന റിക്വസ്റ്റ് ആണ്. പക്ഷെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നു. താങ്ക് യു. One second.